ആസ്വദിക്കുമ്പോൾ തന്നെ നമ്മൾ ആ സംരക്ഷണം ഏറ്റ് പറയാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് പറയുമ്പോഴാണ് നമുക്ക് ആ സംരക്ഷണം നമുക്ക് കിട്ടുന്നത്, അത് യഥാർത്ഥത്തിൽ പ്രാബല്യത്തിൽ വരുന്നത്. നമുക്ക് വചനം ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവുമെന്ന് പറയും. പലപ്പോഴും ചില ആളുകൾ പറയാറുണ്ട്, ദൈവം എപ്പോഴും നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എന്തിനാണ് നമ്മൾ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, സംരക്ഷണ പ്രാർത്ഥനകൾ ചൊല്ലുന്നത് എന്തിനാണ്? ഈ 91-ാം സങ്കീർത്തനം പോലും നമ്മൾ ചൊല്ലുന്നത് സംരക്ഷണ പ്രാർത്ഥനയായിട്ടാണ്. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന്, പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്കൊക്കെ മുൻപ് അങ്ങനെ ഒരു രീതി നമുക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സഭയുടെ ഔദ്യോഗികമായ എക്സോർസിസം